നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അവർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട ആദരണീയനായ കേരളത്തിൻ്റെ സാംസ്കാരിക മുഖമായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാർ അവർ, മറ്റ് വേദിയിലുണ്ടായിരുന്ന പ്രഗത്ഭരെ, ബഹുമാന്യരെ, എൻ്റെ നാട്ടുകാരെ, പിരപ്പൻകാട് പാടശേഖര സമിതിയും സൗഹൃദ സംഘവും കഴിഞ്ഞ 2 വർഷം കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ആകെ തുകയിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പാടശേഖരത്തിനും ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അസൂയ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. ഓരോ പ്രവർത്തനവും ഇനിയൊരിക്കൽ സംഘടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവയായിരുന്നു. അതിലൊന്നായിരുന്നു നമ്മളിവിടെ നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും. തീർച്ചയായിട്ടും ഇന്ന് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളോടൊപ്പം ഒത്തുചേരുന്നത് കേരളത്തിലെ പ്രഗത്ഭമായ മറ്റൊരു സംഘടനയാണ്. അത് മാതൃഭൂമിയാണ്. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള ഒരു പത്രം. സ്വാതന്ത്ര്യ സമരത്തിൽ ഓരോ കേരളീയനും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച പത്രം. ആ പത്രവും ഭാരത് ഭവനും പിരപ്പൻകാട് പാടശേഖര സമിതിയും ആലപ്പുഴയിലെ തകഴി സാംസ്കാരിക സമിതിയും ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഏപ്രിൽ 10 നമ്മളൊരു വയൽ നാടകം ഒരുക്കും. ആ നാടകത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഇന്നിവിടെ നടന്നത്. പിരപ്പൻകാട് പാടശേഖര സമിതിക്കും സൗഹൃദ സംഘത്തിന്റെയും പ്രവർത്തകർക്ക് ആഹ്ലാദം നിറഞ്ഞ ഒരു ദിനം. ഈ ദിനത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ വ്യക്തികൾ ഞങ്ങളോടൊപ്പം വന്നുപോയി. തീർച്ചയായും എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഈ എത്തിയവർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയും നാടക സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അവർ, മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭയെ കൊണ്ട് ബാല്യകാല സഖി എന്ന സിനിമ സംവിധാനം ചെയ്ത, ഒട്ടനവധി മലയാളികൾക്ക് തിയേറ്റർ അനുഭവങ്ങൾ നൽകിയ, തന്നിൽ സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കലയുടെയും സംസ്കാരത്തിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും തിരുവനന്തപുരത്ത് എത്തിക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അവർകളെ എന്റെ വ്യക്തിപരമായ പേരിൽ, പിരപ്പൻകാട് പാടശേഖര സമിതിയുടെ പേരിൽ, സൗഹൃദ സംഘത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി ഞങ്ങളോടൊപ്പം എന്നും നമ്മുടെ ചങ്കായി പ്രവർത്തിക്കുന്ന ശ്രീ സാബു സാർ, പിരപ്പൻകാട് പാടശേഖര സമിതിയുടെ പ്രസിഡന്റ്, സൗഹൃദ സംഘത്തിന്റെ ജനറൽ കൺവീനർ, അധ്യാപകനായി റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം ഞങ്ങളോടൊപ്പം കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീ സാബു സാറിന് എന്റെ വ്യക്തിപരമായ പേരിൽ, പിരപ്പൻകാട് പാടശേഖര സമിതിയുടെ പേരിൽ, ഈ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി സാർ, മലയാളിക്ക്, ഇന്ത്യക്കാരന് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്താണ് എന്ന് പരിചയപ്പെടുത്തിയ, ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ എങ്ങനെ ആയിരിക്കുമെന്ന്, ലോകത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അത് മലയാളിക്ക് പരിചയപ്പെടുത്തിയ സൂര്യ ഫെസ്റ്റിവലിന്റെ അമരക്കാരൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാറിന് എന്റെ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കവിതയുടെ മാസ്മരിക ലോകം സൃഷ്ടിച്ച അധ്യാപകനും കവിയും ഗാനരചയിതാവും ഒക്കെയായ ശ്രീ മുരുകൻ കാട്ടാക്കട അവർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ കവിത ചൊല്ലി ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന്
ഈ വേളയിൽ ഞങ്ങളോടൊപ്പം ഒത്തുചേർന്നതിന്, ഇവിടെ വന്നതിന്, പാടിയതിന്, ചൊല്ലിയതിന് ഒക്കെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഡോക്ടർ ബിന്ദുജ മേനോൻ, നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കണ്ട സിനിമയിലെ മുഖം. തീർച്ചയായും ഇടയ്ക്കോടുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്ന ഡോക്ടർ ബിന്ദുജ മേനോന് എന്റെ വ്യക്തിപരമായ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഗ്രീക്ക് സാംസ്കാരിക പ്രവർത്തകർ വിത്തെറിയുന്നതിന് ഊർജം സ്വീകരിച്ചുകൊണ്ട് വയലിലേക്ക് ഇറങ്ങിയതിന് നാളുകളിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പറയുന്ന ഈ ആൽമരം നട്ടത് വിദേശത്ത് നിന്ന് വന്ന ലൂസിയ കപ്രീറ്റോ ആണ് എന്ന് നമ്മളെല്ലാവരും വരും കാലങ്ങളിൽ പറയുവാൻ പോകുന്ന സ്നേഹ സന്ദേശം നൽകുകയും സ്നേഹമരം പിരപ്പമൺകാടിന്റെ മണ്ണിൽ നടുകയും ചെയ്ത ശ്രീ ലൂസിയ കപ്രീറ്റോ അവർകളെ എന്റെ വ്യക്തിപരമായ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിരപ്പമൺകാട് പാടശേഖര സമിതിക്കും പിരപ്പമൺകാട് സൗഹൃദ കൂട്ടായ്മയ്ക്കും എന്നും ഊർജവും പിൻബലവും നൽകുന്ന മാതൃഭൂമി, ആ മാതൃഭൂമിയുടെ തിരുവനന്തപുരത്തെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ശ്രീ അനിൽകുമാർ സാർ, ഒട്ടേറെ പേർക്ക് നന്ദി പറയേണ്ടതുണ്ട്. ഈ വേദിയിൽ ഇരിക്കാതെ ഇവിടെ കടന്നുപോയ മാതൃഭൂമിയുടെ റീജിയണൽ മാനേജർ, ഒപ്പം സർക്കുലേഷന്റെ ചുമതലയുള്ളയാൾ, നിരന്തരം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇടതടവില്ലാതെ അരമണിക്കൂറിൽ ഒരു ഫോൺ കോൾ എന്ന നിലയിൽ സൗഹൃദ സംഘത്തിന്റെയും പാടശേഖര സമിതിയുടെയും പ്രവർത്തകരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്ന മാതൃഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ മഹേഷ് സാറ്, അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലേഖകൻ ശ്രീ ബിനു വേലായുധൻ, സർക്കുലേഷന്റെ ചുമതലയുള്ള മറ്റുള്ളവർ, ഈ വേദിയിലെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളോടൊപ്പമുള്ള എന്നും ഊർജവും നമുക്ക് വഴികാട്ടിയുമായ തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചേർന്ന ശ്രീ അനിൽകുമാർ സാർ എന്നിവർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം തന്നെ പിന്നണി ഗായികയും സൂഫി സംഗീതജ്ഞയുമായ ശ്രീ അനിത ഷേഖ്. സത്യം പറഞ്ഞ ചെറുപ്പക്കാർക്കെല്ലാം ആശയും ആവേശവുമാണ് മാഡം. പുതിയ പാട്ടുകൾ പാടുകയും ചെറുപ്പക്കാരെ കയ്യിലെടുക്കുകയും പാട്ടുകൾ പാടിയപ്പോൾ ഈരടികൾ ഏറ്റെടുത്ത SPCയുടെ ചുണക്കുട്ടികൾക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഓണാട്ടുകരയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ എം സുഭാഷ് അവർ, അദ്ദേഹത്തിന് എന്റെ വ്യക്തിപരമായ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ശ്രീ മോഹൻ കൊട്ടാരത്ത് പറമ്പിൽ, വിത്തുവിധ മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ മോഹൻ കൊട്ടാരത്ത് പറമ്പിൽ അവർക്ക് ഈ സമ്മേളനത്തിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുദാക്കലിന്റെ കൃഷി ഓഫീസർ ശ്രീ ലീന മേഡത്തിന് വ്യക്തിപരമായ പേരിൽ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഗ്രീസിൽ നിന്നെത്തിയ ലൂസിയ കപ്രീറ്റോയുടെ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ബഹുമാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തക നോവലിലേക്ക് പിരപ്പമൺകാട് പാടശേഖര സമിതിയുടെ പേരിൽ സൗഹൃദ സംഘത്തിന്റെ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദി സമ്മാനിച്ചതിന്, ഞങ്ങളെ ഒപ്പം ചേർത്തതിന്, ഇനി വരുന്ന നാളുകൾ നിങ്ങളുടേത് കൂടിയാണ് എന്ന് അടയാളപ്പെടുത്തുന്നതിന് സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ സ്ഥാപനമായ ഭാരത് ഭവനും അതിന്റെ മെമ്പർ സെക്രട്ടറിയുമായ ശ്രീ പ്രമോദ് സാറിനും ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പിരപ്പമൺകാട് പാടശേഖര സമിതിയുടെയും സൗഹൃദ സംഘത്തിന്റെയും ഈ സമ്മേളനത്തിന്റെയും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് പ്രൊഫസർ അലിയാർ സാറാണ് കഥാവായനയിലൂടെ നമ്മുടെ നാടകത്തിന് തുടക്കം കുറിച്ചത്. തീർച്ചയായും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്
റേഡിയോയിലൂടെയും ടിവിയിലൂടെയും നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദം ശ്രീ അലിയാർ സാറിൻ്റെതാണ്. ശ്രീ അലിയാർ സാറിന്റെ ശബ്ദം നമുക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചതിനും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ശ്രീ അലിയാർ സാറിനും എന്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിരപ്പമൺകാട് പാടശേഖര സമിതിക്ക് എന്നും നിൽക്കുന്നതിനുള്ള ഈ തറ സമ്മാനിക്കുന്ന ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്രത്തിനും അതിന്റെ ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ഇങ്ങനെ ഒരു അവസരം തരുന്നതിന്, വൈദ്യുതി തന്ന് സഹായിക്കുന്നതിന്, ഇവിടെ നിൽക്കുന്നതിനും ഈ ഓഡിറ്റോറിയം സ്റ്റേജും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിലയും പറയാതെ ഞങ്ങൾക്ക് വിട്ടുതരുന്നതിന് ക്ഷേത്ര വികസന സമിതിക്കും ട്രസ്റ്റ് കമ്മിറ്റിക്കും ഈ സമ്മേളനത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അവനവഞ്ചേരി സ്കൂളിലെയും ഇടയ്ക്കോട് LPSലെയും അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ നാട്ടുകാർ, സുഹൃത്തുക്കൾ, പരിചയക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് നാളുകളിൽ നമ്മളോടൊപ്പം ഈ നാടക പ്രവർത്തനത്തിന് ഒത്തുകൂടുന്നവർ എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒത്തുകൂടിയതിന്, ഒപ്പം കാണുവാൻ കൂടെ ചേർന്നതിന്, ഈ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയതിന് ഒക്കെയും ഒരിക്കൽ കൂടി നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നതിന് എല്ലാവർക്കും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം തന്നെ പിരപ്പമൺകാട് പാടശേഖര സമിതിയും സൗഹൃദ സംഘവും നിങ്ങൾക്കായി ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് വന്ന് ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും തിരികെ ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്നും, നമ്മളെല്ലാവരും ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന് വളരെ പ്രഗത്ഭനായ, മലയാളം അറിയുന്ന, നാളുകളിൽ നമ്മുടെ ഈ നാടകം നമ്മളാരും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അസാന്ത പരിശ്രമം നടത്തുന്ന തകഴിയുടെ കൃഷിക്കാരനും രണ്ടിടങ്ങഴി പോലെയുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രംഗഭാഷ്യമൊരുക്കി വളരെ വലിയ രീതിയിൽ നമ്മുടെ വയലും നെൽക്കറ്റകളും നമ്മുടെ ഈ പരിസരവും ഒക്കെ ഞാനും നിങ്ങളും അടങ്ങുന്നവർ ഒക്കെ കഥാപാത്രങ്ങളാകുന്ന വലിയ നാടകത്തിന്റെ ആദ്യ കഥാവായനയിലേക്ക് ഇവിടെ തന്നെ നിങ്ങൾ എല്ലാവരും തിരിച്ച് ഒരു 15-20 മിനിറ്റ് എടുത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ പിരപ്പമൺകാട് സൗഹൃദ സംഘത്തിന്റെ ഗായക സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ ഈ വേദിയിൽ അരങ്ങേറും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഗായക സംഘം ഒരുക്കുന്ന വ്യത്യസ്തങ്ങളായ നാടൻ പാട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പാട്ടുകൾക്കൊപ്പം കൈയടിക്കാം, ചുവട് വയ്ക്കാം.